ഹായ്, നമസ്കാരം. ഞാൻ വിനോദ്, മൂത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. ഇന്ന് ഞാൻ സ്പീച്ച് തെറാപ്പിയുടെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇന്നലെ ഞാൻ ചെറിയൊരു ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്ന് ഞാൻ പുതിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ടിപ്സിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നതിലേക്ക് പോയാലോ? നമുക്കത് പഠിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കാം. അത് ട്രാക്ക് എന്നതാണ്. ട്രാക്ക് എന്ന് നമുക്ക് കുട്ടിക്ക് വായിക്കാൻ കഴിയുന്നില്ലെന്നെങ്കിൽ നമുക്കത് എളുപ്പൊരു വഴിയാണ്. പറഞ്ഞേ, അടുത്തത് റുപ്പി. അപ്പൊ റുപ്പി എന്നാണ് അടുത്തത് പഠിപ്പിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാ നോക്കാം. റുപ്പി 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 വെച്ച് നോക്കുക. ഇനി അത് റെയിൻ. റെയിൻ എങ്ങനെ പഠിപ്പിക്കുന്നത് നോക്കാം. റെയിൻ റെയിൻ. ആണ് നമുക്ക് ഏറ്റവും വ്യക്തമായിട്ടിരിക്കുന്നത്. അപ്പൊ റെയിൻ എന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല, എന്നൊക്കെ വരത്തുള്ളൂ. അപ്പോ വെച്ചിട്ട് നാക്ക് വളച്ച് പല്ലിന്റെ പുറകുവശത്ത് വെപ്പിക്കുക. അതുകൊണ്ട് അവരെ അത് ശീലിപ്പിക്കുക. ഒരു പെൻസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ സ്റ്റിക്കോ വല്ലതും എടുത്തിട്ട് നാക്ക് വളച്ച് ഒരു അത് വെപ്പിച്ചിട്ട് എന്ന് പറയിപ്പിക്കുക. അത് നോക്കാം. റെയിൻ റെയിൻ റെയിൻ. അത് ട്രീ 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 ആണ്. ട്രീ 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 അതായത് മരം എന്നുള്ളതിനാണ് ട്രീ. അതും എല്ലാം എല്ലാ അവസരം പറയുന്ന എല്ലാ വാക്കുകളും അങ്ങനെ തന്നെയാണ് പറയിപ്പിക്കുന്നത്. റിബൺ റിബൺ റീ ബൺ റീ റീ റിബൺ റിബൺ ഉണ്ടോ? അങ്ങനെ വെച്ച് പറയിപ്പിക്കുക. റിബൺ റിബൺ. റീ എന്ന വാക്ക് അവരുടെ വായിൽ ഒതുങ്ങത്തിലുള്ള ഴി എന്നേ വരത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വെക്കുക. റിബൺ റിബൺ. എല്ലാത്തിനും ആ വാക്ക് വരുന്ന ആ ഉച്ചാരണം വരുന്ന റീ എന്ന വാക്ക് വരുന്നതിന്റെ ഉച്ചാരണം നമ്മൾ അത് ശ്രദ്ധിക്കുക. റിബൺ എന്ന് പറയുമ്പോൾ എന്ന് കൊണ്ടുവരിക. അടുത്തത് റോഡ്. റോഡ് റോ റോ വരത്തില്ല. അപ്പോൾ റോ എന്ന വാക്ക് അവന്റെ വായിൽ വളയുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് റോഡ് റോഡ് റോഡ്. എന്നാ മുഖത്തോട്ട് നോക്കൂ. റോഡ് റോഡ് റോഡ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മുഖത്ത് നോക്കി അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വായ് ലിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ടങ്ക് എങ്ങനെ ഇതെന്ന് അവനോട് ശ്രദ്ധിക്കാൻ പറയാം. അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക. അവൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹായ് കൊടുക്കുക. ഹായ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇത് പരിശീലിപ്പിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചുമന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് ഇടുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്. ആ ബെൽ ഐക്കൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ വരുന്നവരുടെ ബൈ.